നല്ല നല്ല പാട്ടുകളും ഒരുപാട് വിശേഷങ്ങളും ഒത്തിരി ഫൺ മൊമെന്റ്സുമായിട്ട് ടോപ്പ് സിംഗറിന്റെ പുതിയൊരു എപ്പിസോഡ് ഇതാ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ടോപ്പ് സിംഗറിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ് ഇനി. സോ ലെറ്റ്സ് വെൽക്കം ആര്യ ചേച്ചി, മധു അങ്കിൾ ആൻഡ് MJ അങ്കിൾ. വെൽക്കം ആര്യ ചേച്ചി. ഇനി വരാൻ പോകുന്നത് ആര്യ ചേച്ചിയുടെ ഒരു ഫേവറേറ്റ് പാട്ടാണ്. കുറച്ചു നേരം കൊണ്ട് ആര്യ ചേച്ചി പാട്ടിന്റെ ലിസ്റ്റ് കണ്ടപ്പോ തന്നെ ഈ പാട്ട് കണ്ടപ്പോ പറഞ്ഞു ഇതെന്റെ വളരെ ഫേവറേറ്റ് ആണെന്ന്. എനിക്ക് ഈ പാട്ടില് പാട്ട് കേൾക്കുമ്പോ ഒരാൾ ഓർമ്മ വരും, എന്റെ കൂടെ പഠിച്ച ജോസ്നി. അതെന്താ? ഈ പാട്ടിൽ ഒരു ആക്ഷൻ ഇല്ലേ, ഇങ്ങനെ കണ്ണടയ്ക്കുന്നേ, ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അവള് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതിങ്ങനെ കാണിക്കാറുണ്ടായിരുന്നു എപ്പോഴും. ആളെ പക്ഷെ ഇപ്പം ഫേസ്ബുക്കിലും കാണാനില്ല, ഇൻസ്റ്റാഗ്രാമിലും കാണാനില്ല. അപ്പൊ ആരെങ്കിലും കണ്ടു കിട്ടുന്നതാണെങ്കിൽ എന്നെ ഒന്ന് ടാഗ് ചെയ്യണം. ഇങ്ങനെ കണ്ണടയ്ക്കുന്ന ഒരു ജോഷി ചേച്ചി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആര്യ ചേച്ചിനെ കോണ്ടാക്ട് ചെയ്യണം. അതെ, സെന്റ് തെരേസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. അതെ. അപ്പൊ ഓക്കെ, ആ ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കാനായിട്ട് നമ്മൾ ആ പാട്ട് കേൾക്കാൻ പോവാണ്. ദുർഗക്കുട്ടിയാണ് എത്തുന്നത്. വിളിച്ചാലോ? Yes, let's welcome Durga Kutti on stage. Hi. കൊള്ളാലോ. ഇതെന്താ ലാച്ചയോ? അല്ല, പിന്നെന്താ? സറാറ. ഓക്കേ. എന്താ ഇതൊക്കെ എന്താ ചേട്ടാ? എന്താ സറാറയോ? സഹാറാന്ന് കേട്ടിട്ടുണ്ട്. സറാറ. ഓ, ഞാൻ ആദ്യം ഇത് ഉടുപ്പിന് അങ്ങനെയാണോ പറയുന്നേ? എന്നോട് ജനീലിയ ചേച്ചിയാ പറഞ്ഞത്. അതെ, സറാറ കറക്റ്റാ. എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. എനിക്കറിയാം. ഞാൻ ഇതിനൊക്കെ ചുരിദാറെന്നാ പറഞ്ഞോണ്ടിരുന്നത്. നീണ്ട ടോപ്പും പാൻറ്റും ഇട്ടായിരിക്കും ചുരിദാറാ. ഇത് എനിക്ക് എന്റെ അച്ഛന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഓഡിറ്റർ മാം ഉണ്ട്. ആ മാം എനിക്ക് ഗിഫ്റ്റ് ധന്യ മാം. ധന്യ മാം വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. ഇന്ന് എന്റെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് പേരുണ്ടല്ലോ. അതെ, ആരൊക്കെയാ വന്നിരിക്കുന്നേ? എന്റെ സ്കൂളിന്റെ പേര് VVHS താമരക്കുളം. VVHS താമരക്കുളം. എന്റെ പേര് സഫീന എന്നാണ്. ഞാന് ദുർഗമോളുടെ സ്കൂളിലെ HM ആണ്. ഓ, എന്നോടൊപ്പം ഞങ്ങളുടെ കൊളീഗ്സ് ശാരി ടീച്ചർ, സുഗതൻ സാറ്, ഞങ്ങളുടെ PTA പ്രസിഡന്റ് ഋഷ സാറും ഒക്കെ വന്നിട്ടുണ്ട്. ഹലോ. ദുർഗക്കുട്ടിയുടെ പാട്ട് ഒത്തിരി ഇഷ്ടമാണ് അല്ലേ? ഏറെ ഇഷ്ടമാണ്. ഞങ്ങളുടെ ഒരു അഭിമാനമാണ് ഞങ്ങളുടെ ദുർഗമോള്. ദുർഗമോളുടെ പാട്ട് ഇന്ന് ലൈവായിട്ട് കാണാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ ഫ്ലോറിൽ ദുർഗ കാരണമായിട്ട് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു മാം, താങ്ക് യു. അധ്യാപകർക്കും നമസ്കാരം. നമസ്കാരങ്ങൾ. അപ്പൊ ഇന്നൊരു പ്രൗഡ് സ്റ്റുഡന്റ് ആണല്ലേ? യെസ്. ഏത് പാട്ടാ പാടാൻ പോന്നെ? പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ. അതല്ലേ ഫേവറേറ്റ് പാട്ട്? ഡീറ്റെയിൽസ് മൂവി അഴകിയ രാവണൻ. ഇയർ 1996. മ്യൂസിക് വിദ്യാസാഗർ സാർ. ലിറിക്സ് കൈതപ്പുറം സാർ. പാടിയത് സുജാത മാം. ഇതിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. എന്താ കേരള സ്റ്റേറ്റ് അവാർഡ് ലിറിക് റൈറ്ററിനും സംഗീത സംവിധായകനും പാട്ടുകാരിക്കും ഒന്നിച്ചു കിട്ടിയ വളരെ റയർ ആയിട്ടുള്ള ഒരു ഒക്കേഷനാണ് ഈ സിനിമയുടെ ഈ പാട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് ഗംഭീരമാണ്. പിന്നെ മാത്രല്ല, ഗിരീഷേട്ടന് കൈതപ്പുറം തിരുമേനിയിൽ എഴുതിയത് ഈ പാട്ട് ഞാൻ എഴുതിയിരുന്നെങ്കിൽ, അതായത് ഗിരീഷേട്ടൻ എഴുതിയിരുന്നെങ്കിൽ എന്ന് അങ്ങനെ ആഗ്രഹിച്ചു പോയിട്ടുണ്ടെന്ന്, അസൂയ തോന്നിയിട്ടുണ്ടെന്ന് ഈ പാട്ട് കൈതപ്പുറം തിരുമേനി എടുത്ത്. ബ്യൂട്ടിഫുൾ. എന്തായാലും ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ ദുർഗക്കുട്ടി. നന്നായി പാടണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്തായാലും ദുർഗയുടെ ശബ്ദത്തിന് പറ്റിയൊരു പാട്ടാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പവിഴമഴ മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ. തനനാന തനന ഗന്ധർവഗാനമീ മഴ. ആദ്യാനുരാഗരാമഴ. ഗന്ധർവഗാനമീ
അരികിൽ വരുമ്പോൾ പനിനീർമഴ, അകലത്തു നിന്നാൽ കണ്ണീർമഴ, മിണ്ടുന്നതെല്ലാം തെളിനീർമഴ, പ്രിയ ചുംബനങ്ങൾ പൂന്തേൻ മഴ, മെല്ലെ മാറോടു ചേർന്നു നിൽക്കുമ്പോൾ ഉള്ളിലിള നീർമഴ, മെല്ലെ മാറോടു ചേർന്നു നിൽക്കുമ്പോൾ ഉള്ളിലിള നീർമഴ, പുതുമഴ. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ. വിരഹങ്ങളേകി ചിന്തി മഴ, അഭിലാഷമാകെ മായാമഴ, സാന്ത്വനം പെയ്തു കനിവിൻ മഴ, മൗനങ്ങൾ പാടി മൊഴിനീർമഴ, പ്രേമ സന്ദേശമോദിയെത്തുന്നു പുലരി മഞ്ഞിൻ മഴ, പ്രേമ സന്ദേശമോദിയെത്തുന്നു പുലരി മഞ്ഞിൻ മഴ, സ്വരമഴ. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, ആദ്യാനുരാഗരാമഴ. ആഹാ. ദുർഗൂസ് എന്തോ കൊള്ളാം, താങ്ക് യു നല്ല അറ്റംപ്റ്റ്. താങ്ക് യു സാർ. ഈ മഴയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം മഴ എന്ന് പറയുന്നത് അതിന് സൃഷ്ടിയും ചെയ്യാൻ പറ്റും, സ്ഥിതിയും ചെയ്യാൻ പറ്റും, സംഹാരവും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇല്ല. അതായത് നമുക്ക് ജന്മം നൽകുന്നത് മഴകളാണ്, അതുപോലെ നമ്മളെ നിലനിർത്തുന്നത് മഴയാണ്. പക്ഷെ ഇപ്പൊ സുനാമി പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ കാറ്റും പോവും. സംഹാരമാണ് അല്ലെ. പക്ഷെ ഇത് ഇപ്പൊ ഒരു ചാറ്റൽ മഴയെ പറ്റിയാണ് പറയാം. പല രീതിയിലുള്ള സുഖമുള്ള മഴ. സുഖമുള്ള. പക്ഷെ ഈ മഴ എന്ന് പറയുന്നത് ചാറ്റൽ മഴയാണെങ്കിൽ പോലും ഏറ്റക്കുറച്ചിലുണ്ടാവും അല്ലേ. ഇടയ്ക്കൊന്ന് കൂടും, പിന്നെ ഒന്ന് കുറയും, ചെറിയൊരു ഇടിമിന്നല്, അങ്ങനെയൊക്കെ ഇടിവെട്ട്, ചെറുത് ഇടിമുഴക്കം, അങ്ങനെയല്ലേ. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ വോക്കൽ മോഡുലേഷൻ, ഞാൻ പറഞ്ഞ ഡൈനാമിക്സ്, അതനുസരിച്ച് നമ്മൾ കുറച്ചും കൂടെ വർക്കൗട്ട് ചെയ്താൽ നന്നായിരിക്കും എന്ന് ഒരു അഭിപ്രായം ഇവിടെ Okay, sir. പറഞ്ഞുകൊള്ളുന്നു. ഓക്കെ സാർ. ഇപ്പൊ പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ, അത് കുറച്ചുകൂടെ ഹസ്കി ആയിട്ട് പാടുന്നു. തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനം ഈ മഴ, കുറച്ചും കൂടെ ശബ്ദം വരുന്നു. രാമഴ എന്നുള്ളിടത്ത് നമ്മൾ ഒരു ബ്ലാസ്റ്റിൽ പോയിട്ട് അതിനെ ഇങ്ങനെ ഫേഡ് ഔട്ട് ചെയ്യുന്നു. ഓക്കെ. പിന്നെ കുറേ സ്ഥലങ്ങളിൽ ചെറുതായിട്ട് അവിടെ ഇവിടെ ശ്രുതി ഇങ്ങനെ പോകുന്നുണ്ട്. അത് നമുക്ക് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അതിൽ കൺസിസ്റ്റൻസി ഏറ്റവും ബേസിക് ആണ് അല്ലെ. ശ്രുതി, താളം, ലയം എന്നൊന്നും നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ല കേട്ടോ ദുർഗു. അത് ബേസിക് ആണ്. അപ്പൊ അതൊന്ന് ഒന്നുകൂടെ ശ്രദ്ധിക്കണം. നമ്മൾ പാടുമ്പോഴത്തേക്കും ഒന്ന് പാടിയിട്ട് റെക്കോർഡ് ചെയ്തൊന്ന് കേട്ടോണം സ്വന്തമായിട്ട്. വെറുതെ ഇങ്ങനെ പാടുക, എന്നിട്ട് റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കുക. ഒരു ശ്രുതി വെച്ച് വേണം പാടാൻ, എന്നാലേ ഒരു റെഫറൻസ് ഉള്ളൂ കേട്ടോ. അത് വളരെയധികം സഹായം ചെയ്യുന്ന ഒരു കാര്യമാണ്. ആദ്യത്തെ ആഡ്ലിബ് പാടിയില്ലേ, ആഡ്ലിബ് എന്ന് പറഞ്ഞാൽ എന്താ, വിരുത്തം. അത് വെരി ബിഗിനിങ്ങിൽ വരുന്നില്ലേ, വിത്തൗട്ട് ഓർക്കസ്ട്ര പാടിയില്ലേ ആദ്യം, അത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് വന്നാൽ നന്നായിരുന്നു. ഒരു ഹറി ചെയ്യാതെ ഹറി ചെയ്യാതെ അതിൻ്റെതായിട്ടുള്ള ഒരു സമയം കൊടുത്തു. അതുപോലെ ഹസ്കി ആയിട്ടും ഇങ്ങനെ എന്നോട് ഒരു സീക്രട്ട് പറയുന്ന പോലെ അതും കൂടെ പാടി കേൾപ്പിച്ചാൽ വളരെ സന്തോഷമായിരുന്നു മകളെ. തനനനന താ
അവസാന പവിഴമഴ മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ തനനാന തനന ശ്രുതി ചേരണം തനനാന തനന ഗന്ധർവഗാനമീ മഴ ആദ്യാനുരാഗരാമഴ. യെസ്. ഇനി ഒരു കാര്യം, അത് മധു നോട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അകലത്ത് നിന്നാൽ ആ സംഗതി ഇങ്ങനെ അകലത്തു നിന്നാൽ നിന്നാൽ പാടി. അകലത്തു നിന്നാൽ നാൾ നാൾ നാൾ. നാൾ. അത് പെർഫെക്റ്റ് ആക്കണം. Yes, yes, Yes. yes. അല്ലെങ്കിൽ 2 ദിവസം ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. അതെ. നാല് നാല് നാല്. ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ ഓഫ് സംഗതീസ് അത് കുട്ടിക്ക് എളുപ്പമായിട്ട് വരുന്നുണ്ട്. അപ്പം എല്ലാ സംഗതിയും അതിലൂടെ തന്നെ റൂട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായി എന്ന് വരില്ല. ഇത് എനിക്ക് തോന്നുന്നത് ഇത് സ്ലോ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഈ സംഗതി സ്ലോ ആയിട്ട് പ്രാക്ടീസ് എന്നിട്ട് സ്പീഡ് കൂട്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പ്രശ്നം മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. അകലത്തു നിന്നാൽ അതാണ് ശരിക്കും. താരാ 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 അങ്ങനെ സ്പീഡ് കൂട്ടി വന്നാൽ കറക്റ്റ് ആവും. ഓക്കെ സാർ. ഓക്കെ. ഓക്കെ. അപ്പൊ സിമ്പിൾ ആണ് കാര്യങ്ങൾ അല്ലേ മധു? അതെ, വെരി സിമ്പിൾ. പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഒരു കുഞ്ഞു കാര്യം, അനുപല്ലവിയില് താളം കുറച്ചൊന്ന് വലിയുന്നുണ്ടായിരുന്നു. ചേർന്ന് മെല്ലെ മാറോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉള്ളിലുള്ള നീർമഴ, ആ ഭാഗത്ത് ഇങ്ങനെ താളം കുറച്ച് ലാഗ് ചെയ്യുന്നുണ്ടായിരുന്നു ദുർഗക്കുട്ടി. അപ്പൊ ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷെ കുഞ്ഞു കാര്യങ്ങൾ ചേരുമ്പോൾ വലിയൊരു കാര്യമായി മാറും. ഓക്കെ, അപ്പം ചെറിയ ഡീറ്റെയിൽസ് ശ്രദ്ധിക്കുക, താളം ശ്രദ്ധിക്കുക, എൻജോയ് ചെയ്ത് പാടുക. പേടിച്ച് പാടാതെ താളം ശ്രദ്ധിക്കുക, പാട്ട് നന്നായി പഠിക്കുക, സംഗതീസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് പാടാൻ പറ്റും. യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ്. താങ്ക് യു ചേച്ചി. ദൈവം കനിഞ്ഞ് ഒരു നല്ലൊരു അനുഗ്രഹം തന്നിട്ടുണ്ട് ദുർഗക്കുട്ടിക്ക്. അതെന്താണ്? ശബ്ദം. നല്ല ശബ്ദം, നല്ല ബ്യൂട്ടിഫുൾ ശബ്ദമാണ്. താങ്ക് യു സാർ. അപ്പോൾ ആ ശബ്ദത്തിൽ ഇനി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. ശ്രുതി അമ്മ ലയമച്ചൻ മകളുടെ പേരോ സംഗീതം. കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടില്ല? കേൾക്കണം കുഞ്ഞേ. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനും കേട്ടത് ഇത് വളരെ നല്ല ഹിറ്റായിട്ടുള്ള പാട്ടല്ലേ? രവീന്ദ്ര മാഷ് മധുചേട്ടന്റെ അടുത്ത് നിന്നാണ് ദുർഗക്കുട്ടിക്ക് അത് കേൾക്കാനുള്ള ഭാഗ്യം ആദ്യമായിട്ടുണ്ടായത്. മധുര നമ്പരക്കാറ്റ് സംഗീതം വിദ്യാസാഗർ സാറാണ്. പക്ഷെ ഈ ഭാഗം രവീന്ദ്ര മാഷും പാടിയിട്ടുണ്ട്. എനിക്കിവിടെ ചിത്ര ചേച്ചിയാണോ കൂടെ പാടിയിട്ടുണ്ട്. യെസ്, കേട്ടോ. അപ്പൊ അതൊന്ന് കേൾക്കണം. ഇത് വെറുതെ കേട്ടാ പോരാ, ഈ കാര്യം പ്രാബല്യത്തിൽ വരുത്തണം. ഓക്കെ. അപ്പൊ ഇന്ന് MJ അങ്കിളും ആര്യം പറഞ്ഞു, പിന്നെ അവിടെയൊക്കെ ശ്രുതി പ്രോബ്ലം, പിന്നെ സംഗതികളുടെ ക്ലാരിറ്റി, ഡൈനാമിക്സ്. ഈ പാട്ടിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഡൈനാമിക്സ് എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ പാട്ടില് ആദ്യാനുരാഗ രാമഴയിൽ കുറച്ച് സ്ക്രാച്ചും ഉണ്ടായിരുന്നു, ഇല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാ? പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. എനിക്ക് മെയിനായിട്ട് തോന്നിയത് സംഗതികളുടെ ക്ലാരിറ്റി, പിന്നെ പ്രേമ സന്ദേശം ഓതിയെത്തുന്നതിൻ്റെ പ്രേമ, അതിൻ്റെയും ശ്രുതി, ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദുർഗക്കുട്ടി ആരാ? ദുർഗക്കുട്ടി ആരാ? പിന്നെ ആസ് എ മ്യൂസിക് സ്റ്റുഡൻറ് ഈ പാട്ട് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ആദ്യമായിട്ടൊരു അകാരം കിട്ടിയിട്ട് അതിനെ സ്വരമാക്കിയിട്ട് മാറ്റി പഠിച്ച അല്ലെങ്കിൽ മാറ്റാൻ ട്രൈ ചെയ്ത ഒരു പാട്ട് ഇതായിരുന്നു. അതെ, അത് പല രീതിയിൽ നിസഗരി നിഗരീസാന്ന് പാടി ആദ്യം. അപ്പൊ എന്റെ അടുത്ത് ടീച്ചർ എന്നോ നീ അല്ല വരാ കണ്ടുപിടിച്ചിട്ടോ സാരിമപ്പാന്ന് പാടി. അവസാനം അല്ല തെറ്റി, അങ്ങനെ മാറി എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിച്ച അവസാനം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഒരു പാട്ടാണ് ഇത്. അപ്പൊ അത് ഭയങ്കര സ്പെഷ്യലാണ്. ഇറ്റ്സ് വൺ സ്റ്റെപ്പ് ഒരു ആസ് എ സ്റ്റുഡന്റ്. അപ്പൊ എന്തായാലും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പം അത് പറഞ്ഞില്ലേ ആരാവെന്ന്, അതിന് ഉത്തരം അങ്കിള് പറയട്ടെ. ശ്രുതി അമ്മ ലയമച്ചൻ മകളുടെ പേരോ ദുർഗക്കുട്ടി.
അതെ അതോ? അങ്ങനെയാവും. ഓക്കെ, HMനോട് ചോദിക്കാം, എങ്ങനെയുണ്ട് ഇവിടെ വന്ന് നേരിട്ട് കേൾക്കുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇവിടെ ലൈവായിട്ട് കാണുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ദുർഗയുടെ പാട്ട് ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ പ്രവേശനോത്സവം മുതൽ 5ാം ക്ലാസ്സിൽ നമ്മുടെ സ്കൂളിൽ വന്ന് അഡ്മിഷൻ എടുത്ത ആ ദിവസം തന്നെ, പ്രവേശനോത്സവ ദിനത്തിൽ തന്നെ ദുർഗമോളുടെ പാട്ട് ഞങ്ങൾ തുടക്കം മുതൽ തന്നെ അത് മാത്രല്ല ടീച്ചറെ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ദുർഗക്കുട്ടിയുടെ പാട്ട് ആദ്യമായിട്ട് സ്കൂളിൽ നിന്നല്ലേ ആദ്യമായി ദുർഗക്കുട്ടി പാട്ട് പാടുന്നത് ഒരു വീഡിയോ ആക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. എനിക്കൊന്ന് സാറായിരുന്നോ? അത് ഞങ്ങളുടെ സുഗതൻ സാറാണ് സാറാണ് അത്. സോഷ്യൽ അത് മീഡിയയിൽ കേട്ടോ MJ അങ്കളെ, ഈ സാറാണ് ദുർഗക്കുട്ടി പാടുന്ന ആദ്യമായിട്ട് പോർട്രേറ്റ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടു. എന്നിട്ട് അത് നമ്മുടെ ശിവൻകുട്ടി സാറൊക്കെ അവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്തു. അതായത് എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ സൈറ്റിലേക്ക് അത് കൊടുക്കുകയും സാർ അത് ഷെയർ ചെയ്ത് നല്ലൊരു റീച്ച് അതിന് കിട്ടുകയും ചെയ്തതാണ്. സുഗതൻ സാറാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. സുഗതൻ സാറിന് ഒരു വലിയൊരു സ്പെഷ്യൽ താങ്ക്സ്. സാറ് മ്യൂസിക് എടുക്കുന്നതാണോ അതോ വേറെ സബ്ജക്ട് എടുക്കുകയാണോ? സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ഞാന് ഗണിതശാസ്ത്രമാണ് മോളെ പഠിപ്പിക്കുന്നത്. ഹലോ, ഹായ്. ക്ലാസ്സിലൊന്നും അങ്ങനെ കാണാറില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ പഠിപ്പിച്ചോളാം. ആണല്ലേ? കണക്കിലും പിടിക്കുകയാണോ? കുഴപ്പമില്ല, പിടിക്കുകയാണ്. എല്ലാവരും കണക്കാണോ? എല്ലാം കണക്കാ, എല്ലാം കണക്കാ. എന്റെ അടുത്ത് ചോദിച്ചാൽ മതി, എനിക്കറിയാമോ. ഒരു കണക്കെത്തി. കണക്ക് ഇത്ര ഇഷ്ടമുള്ള ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ എന്റെ പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ ഇതാണ് കേട്ടോ. സുനിൽ സാർ പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല ടീച്ചേഴ്സിന് കിട്ടിയ നമ്മൾ അറിയാതെ ആ സബ്ജക്ട് അങ്ങ് മറക്കരുത്. സയൻസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ആദ്യം മര്യാദയ്ക്ക് തീറ്റ പറയാൻ പഠിച്ചത് പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞത് ശരിയാണോ? പണ്ട് നിങ്ങളുടെ പഠിച്ച. ഓക്കെ, അപ്പൊ മാർക്കിലേക്ക് പോവാ ദുർഗക്കുട്ടി. യെസ്, ദുർഗക്കുട്ടി, your score is 96.5 out of 100. അപ്പൊ ദുർഗക്കുട്ടി ടീച്ചേഴ്സും സാറുമാരും ഒക്കെ വന്ന് നമുക്ക് അവരുടെ മുന്നിൽ ഭയങ്കര നന്നായി പെർഫോം ചെയ്യാൻ പറ്റി. എന്തുകൊണ്ടും സ്പെഷ്യൽ ഡേ ആയിരുന്നു ഇന്ന്, അല്ലേ? അപ്പൊ എപ്പോഴും ഓർത്ത് വെക്കണം. ഇടയ്ക്കിടയ്ക്ക് എപ്പിസോഡൊക്കെ എടുത്ത് കാണാം, നമുക്ക് യൂട്യൂബിൽ ഉണ്ടാവല്ലോ. അതൊരു വലിയ ഗുണമാണല്ലേ, നമുക്കിത് എപ്പോഴും എടുത്ത് കാണാമല്ലോ. അപ്പൊ എന്തുകൊണ്ടും ഒരു സ്പെഷ്യൽ മൊമെന്റ് ആവട്ടെ ഇത്. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. മധു അങ്കിൾ, മുട്ടായി കട്ട് തിന്നാണോ? ഞാൻ നല്ല കുട്ടിയായി ഗൈസ്. ആര്യ ചേച്ചിക്കും MJ അങ്കിളിനും ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. MJ അങ്കിളിന് മാറി ഇല്ല, അത് പൊട്ടിച്ചിട്ടില്ല. അത് ഒരാൾ കൊണ്ട് കൊടുത്തത് MJ അങ്കിളുടെ അടുത്ത്. ഞാൻ ഇത്രയും നാൾ ഇവിടെ കിടന്ന് വായിട്ടലച്ചിട്ട് കേട്ടില്ല. പക്ഷെ ഡോക്ടർ പറഞ്ഞു മധുരം കഴിക്കരുതെന്ന്, അതുകൊണ്ട് മാത്രം നിർത്തി. എല്ലാവരും കാണാണേ. ഉപേക്ഷിച്ചു. ഉപേക്ഷിച്ചു. ഇത് വാക്കാണേ. ഇതെടുത്ത് വെച്ച് മധുവങ്ങൾ കവർ ഉപേക്ഷിച്ചു. അത് മധുവങ്ങൾ ഇപ്പൊ വീട്ടിൽ കൊണ്ടുവന്നില്ല, ഉപേക്ഷിച്ചു. പക്ഷെ ആര്യ ചേച്ചി ഡോക്ടർ ഒന്നും പറയാതെ ഒരു ആവശ്യമില്ലാതെ സ്വന്തം തോന്നി ഉപേക്ഷിച്ചു. ഹെൽത്തി ഫുഡ്, പഴം, ആനയോ? ആകെ ഞാനും മധുവങ്ങളെ കട്ടക്ക് മുട്ടായി തിന്നുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മുട്ടായി കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇനി വരാൻ പോകുന്നത് അങ്ങനത്തെ ഒരാളാണ്. മുട്ടായി വീഴ്ത്താൻ സാധ്യതയുള്ള ഒരാളാണ് വരാൻ പോകുന്നത്. സാരംകുട്ടനാണ്. വിളിച്ചാലോ? യെസ്, റെഡി. Let's welcome സാരംകുട്ടൻ on stage on ചിരി ചിരി റൗണ്ട്. നമ്മുടെ സ്റ്റൈൽ ആൻഡ് ജെന്റിൽമാൻ. യെസ്, അതെ. സാരംകുട്ടാ, എന്തോ സാർ? എന്തിനുള്ള പുറപാടാ? പാട്ട് പാടാൻ. അത് തന്നെ, എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ ഇന്നത്തെ പാട്ടിന്. ചിരി ചിരി. കോമഡി. അപ്പൊ എന്തൊക്കെയുണ്ട്? ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ടോ? ചെറുതായിട്ട്. എങ്ങനെ, ആരാ പറഞ്ഞു ഡാൻസ് ഒക്കെ? പറഞ്ഞില്ല, അത് ഞാൻ തന്നെ ഇടും. സ്പോട്ട്. പക്ഷെ ഇതുവരെ പാടാത്ത സ്റ്റൈലിലൊരു പാട്ടാണെന്ന് പാടണെന്ന് അല്ലേ? ഇവിടെ ഇതുവരെ പാടാത്തൊരു സ്റ്റൈലിലുള്ള ഒരു വെറൈറ്റി സാരംഗിനെ നമ്മൾ കാണാൻ പോവാണ്. പാവല്ല കേട്ടോ. അല്ല അല്ലേ? ഇത്ര ഗംഭീരമായ പാട്ടാണോ പാടാൻ പോകുന്നത്? ഏതാണ് ആ ഗംഭീരമായ പാട്ട്? ഞാനൊരു ക്ലൂ തരാ. അല്ലല്ല, ക്ലൂ എനിക്ക് ചോദിക്കാനുണ്ട്. ഇത് ആരെയെ പറ്റിയുള്ള പാട്ടാണോ? ചെറുതായി. ആര്യ ചേച്ചിയെ പറ്റിയാന്ന് കാണുമ്പോ അതുപോലെ ഉണ്ടെന്നോ? രണ്ടാളും പെടുന്ന്. കാണുമ്പോ അതിനേക്കാൾ മോശമാണ്. ഒന്ന് കുറച്ച് പറഞ്ഞാ. പറഞ്ഞോടാ, ഇനി പറഞ്ഞോ. ഡീറ്റെയിൽസ്. ഫിലിം നമ്മൾ, വർഷം 2002, മ്യൂസിക് മോഹൻ സിത്താര സാർ, ലിറിക്സ് കൈതപ്രം സാർ, പാടിയത് അഫ്സൽ സാറും ഫ്രാങ്കോ സാറും. വെരി ഗുഡ്. താങ്ക് യു. പിന്നെ നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ? തുടങ്ങാം. കലക്കാം.
യെസ് ഓഫ് കോഴ്സ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. All the best, all the best. താങ്ക് യു സർ. പ്രണയക്കേസിനും ബാപ്പു പറഞ്ഞില്ലേ ഉടക്കി ഉടക്കി കശക്കും ഞങ്ങള് രാക്ഷസി രാക്ഷസി രാക്ഷസി. കരിമഷിയിട്ട കറുത്ത കണ്ണിലെ കുറുമ്പു നോട്ടങ്ങൾ അടിച്ചെടുത്തിടും രാക്ഷസി രാക്ഷസി രാക്ഷസി. രാക്ഷസി രാക്ഷസി. കരളിൽ താമസിച്ചാൽ മാപ്പുതരാം രാക്ഷസി. സമ്മതമായി ചേർന്നു നിന്നാലും മതരാം രാക്ഷസി. രാക്ഷസി രാക്ഷസി. കരളിൽ താമസിച്ചാൽ മാപ്പുതരാം രാക്ഷസി. സമ്മതമായി ചേർന്നു നിന്നാലും മതരാം രാക്ഷസി. തുടക്കമിട്ടില്ലേ ഒന്നേ അടുത്തു വന്നിന് നിന്നാട്ടെ. കിണുക്കം എന്താണ് എന്റെ നിഴലളക്കണതെന്താണ്. അട്ടക്കം എന്താണ് നോക്കി കൊല്ലല്ലേ പിഞ്ചല്ലേ. എൻ കരളിൽ താമസിച്ചാൽ മാപ്പുതരാം രാക്ഷസി. സമ്മതമായി ചേർന്നു നിന്നാലും മതരാം രാക്ഷസി. ഇണക്കമുണ്ടോ എന്തിനാണ് കിളിക്കൊഞ്ചലുകൾ. ഇണങ്ങി വന്നാൽ ബൈക്കിൽ കാറ്റുകൊള്ളാനിറങ്ങാം. പിണക്കമുണ്ടോ എന്തിനാണ് കിളിക്കൊഞ്ചലുകൾ. ഇണങ്ങി വന്നാൽ ബൈക്കിൽ കാറ്റുകൊള്ളാനിറങ്ങാം. ഇമെയിലിൽ കത്തെഴുതാം ഇന്റർനെറ്റിൽ നോക്കി വരാം. ഇമെയിലിൽ കത്തെഴുതാം ഇന്റർനെറ്റിൽ നോക്കി വരാം. പഠിത്തമൊക്കെയും പഠിക്കെ വെച്ചിട്ട് കാടൽക്കരച്ചെന്ന് തിരകൾ എന്നടി രാക്ഷസി രാക്ഷസി രാക്ഷസി. എൻ കരളിൽ താമസിച്ചാൽ മാപ്പുതരാം രാക്ഷസി. സമ്മതമായി ചേർന്നു നിന്നാലും തരാം രാക്ഷസി. രാക്ഷസി രാക്ഷസി രാക്ഷസി. പാപ പാപ മണി പഗ മണി പഗരിസ. പാപ പാപ മണി പഗ മണി പഗരിസ. സഗമ മണി സഗരിസ. മനസ്സിലുണ്ടോ പ്രേമ പളുങ്കു കൊട്ടാരം. നമുക്ക് പറക്കാൻ പുഞ്ചിരി മുന്തിരി പൂന്തോപ്പ്. മനസ്സിലുണ്ടോ പ്രേമ പളുങ്കു കൊട്ടാരം. നമുക്ക് പറക്കാൻ പുഞ്ചിരി മുന്തിരി പൂന്തോപ്പ്. പണ്ടത്തെ പോക്കല്ല മാനം നോക്കി നടക്കേണ്ട. ഇന്നത്തെ സ്വപ്നങ്ങൾ റോക്കറ്റേറി കാണണം. നമുക്ക് ചുറ്റണം ഇടയ്ക്കിടയ്ക്കൊരു കോള കുടിക്കണം. അടി തുടിക്കണം രാക്ഷസി രാക്ഷസി രാക്ഷസി. എൻ കരളിൽ താമസിച്ച മാപ്പുതരാം രാക്ഷസി. സമ്മതമായി ചേർന്നു നിന്നാലും മതരാം രാക്ഷസി. തുടക്കമിട്ടില്ലേ ഒന്നേ അടുത്തു വന്നിന് നിന്നാട്ടെ. കിണുക്കം എന്താണ് എന്റെ നിഴലളക്കണതെന്താണ്. അട്ടക്കം എന്താണ് നോക്കി കൊല്ലല്ലേ പിഞ്ചല്ലേ. എൻ കരളിൽ താമസിച്ചാൽ മാപ്പുതരാം രാക്ഷസി. സമ്മതമായി ചേർന്നു നിന്നാലും മതരാം രാക്ഷസി. വെരി നൈസ്, വെരി നൈസ്, വെരി നൈസ്. സൂപ്പർഡാ. ഹോറസ്. അടിപൊളി. സൂപ്പർ. പക്ഷെ ഭയങ്കര പാവമായി പോയില്ലേ ആദ്യം. തുടക്കത്തിൽ തുടങ്ങിയപ്പോ ഭയങ്കര രാക്ഷസി. പാവങ്ങളാട്ടോ. പാവൻ രാക്ഷസികളെ. ഒരു മാപ്പ് പറഞ്ഞാല് ഉടക്കി ഉടക്കി എന്നൊക്കെ പറഞ്ഞത് ഉടക്കി ഉടക്കി കശക്ക്. പിന്നെ എന്താണ് കരിമിഷിട്ട കറുത്ത കണ്ണില് കുറുമ്പ് നോട്ടങ്ങൾ അഴിച്ചെടുത്തിട്ടും രാക്ഷസി. പാവൻ എന്തൊരു സ്നേഹ രാക്ഷസി എടുത്ത്. അത് കുറുമ്പ് നോട്ടങ്ങൾ എന്നല്ല ഉറുമ്പ് നോട്ടങ്ങൾ എന്നാ പാടിയത്. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ, നല്ലായിരുന്നേ. താങ്ക് സൂപ്പർ യു സർ. സൂപ്പർ വൈബായിരുന്നു. അതെ. എന്നാലും സാരം കൂട്ടാ എന്തോ സർ. ഞാൻ വിചാരിച്ചില്ല താങ്ക് യു. ഇങ്ങനെ നീ ചെയ്യുമെന്നും ഞാൻ വിചാരിച്ചില്ല. താങ്ക് യു സർ. ഇത് കേസ് എടുക്കേണ്ട കാര്യമാണ്. അതെ. എന്നോട്ടി എന്തോ
നമുക്ക് കേസ് എടുക്കണം. ഒരു FIR എങ്കിലും എഴുതി ചേർക്കണം മിനിമം. മിനിമം. നമ്മുടെ ക്യാപ്റ്റനെ രാക്ഷസി എന്ന് വിളിച്ചില്ലേ? പക്ഷെ എനിക്ക് പരാതി ഇല്ലെങ്കിലോ? പരാതിയില്ല, പിന്നെ എന്തിനാ കേസ്? അത്രക്ക് ആവശ്യമോ? എന്നാ പരാതി ഉണ്ട്. അല്ല, അത് മാറ്റാൻ പറ്റില്ല. കുറച്ചും കൂടെ അങ്ങോട്ട് നോക്കി പാടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ രാക്ഷസിയുടെ ഒരു വൈബ് വരും. ഞാൻ പറഞ്ഞല്ലേ നിന്നോട് ഫുൾ ടൈം അങ്ങോട്ട് ഒന്ന് പാടി കൊടുത്തത്. എൻ കരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി, സമ്മതമായി ചേർന്നു നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. തുടക്കമിട്ടില്ലേ പൊന്നെ അടുത്തു വന്നിന് നിന്നാട്ടെ, കിണുക്കം എന്താണ് എന്റെ നിഴലടക്കണതെന്താണ്, അടക്കം എന്താണ് നോക്കി കൊല്ലല്ലേ പിഞ്ചല്ലേ. കൊല്ലല്ലേ പിഞ്ചല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അത് ഫണ്ണിയാണ്, അതേസമയം ആ മോഡുലേഷൻ. അതിനകത്ത് പിഞ്ചല്ലയുടെ അവസാനം ഒരു ചെറിയൊരു മ്യൂസിക്കാലിറ്റി ഉണ്ട്. അവിടെ കുറച്ച് ശ്രുതി പോയാലും നല്ലതാണ്. അതെ, കാരണം ശ്രുതി പോയാലേ പാടണേ. അതെ, രാക്ഷസിക്ക് ശ്രുതി. ഇത്ര കായസ്ഥിതിക്ക് പിന്നെ പറഞ്ഞില്ലേ രാക്ഷസീയ, അതെങ്ങനെയാണ്? സമ്മതമായി ചേർന്നു നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. അതാണ് ഇങ്ങനത്തെ പാട്ട് പാടുമ്പോഴേ ഫണ്ണി ആയിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് എക്സാജറേറ്റ് ചെയ്താൽ നന്നായിരിക്കും അല്ലേ? അതെ 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 ക്യാപ്റ്റൻ, എപ്പോഴും എക്സാജറേഷൻ ഈ പാട്ടുകൾക്ക് നന്നായിരിക്കും, നല്ലതായിരിക്കും അല്ലേ? രാക്ഷസീയ എങ്ങനെയാ? രാക്ഷസിയേ. എനിക്കത് കേൾക്കുമ്പോ മറ്റേ ട്രെയിനിലൊക്കെ നമ്മള് പോകുമ്പോഴേ ഒരു നിമിഷം അത് ഓർമ്മ വന്നു. മാത്രമല്ല ഉള്ളിവട, ബിരിയാണി, പൊറോട്ട, അങ്ങനെ ഒരു സാധനം. അതുണ്ട്. ഇതിൽ ഏതൊക്കെ ഇഷ്ടമുണ്ട് ഇപ്പൊ പറഞ്ഞാല്? എനിക്ക് ഇഷ്ടം വെച്ചാല് പരിപ്പോടെ ഇഷ്ടാണ്, ബിരിയാണി, ബിരിയാണി ഇഷ്ടാ, പൊറോട്ട, അവരെന്നെ എല്ലാം ഇഷ്ടാ. അങ്ങനെ കൊതി വരുന്നു അവര് പാവം. പരിപ്പോടല്ല ഇഷ്ടം എന്ന് പറഞ്ഞേ? ഇതാ പോരുന്നു പരിപ്പോട കോരുവ. ഓക്കെ, 1 2 3 4. അയ്യോ, ഇത്ര ടഫായിട്ടുള്ള ഒരു പരിപ്പോടാ ആദ്യമായിട്ടാണ് അതെന്റെ ജീവിതത്തിൽ തന്നെ ആദ്യ. ഇഷ്ടപ്പെട്ടോ ഈ പരിപ്പോടാ? ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു MJ അങ്കിൾ. ഘോരമായ പരിപ്പോട. അതെ, ഞാനൊരു പരിപ്പൂട പറഞ്ഞപ്പോൾ അതൊരു ഘോരമായ പരിപ്പൂടായി ആയി തന്നു. മിടുക്കനായിട്ടാ സംസാരിക്കുന്നുണ്ട്. അതാണ് ഈ പെർഫോമൻസിലെ ഈ ദിവസത്തിന്റെ ഒരു വലിയ പ്രത്യേകത, ഹൈലൈറ്റ് അല്ലേ മക്കളെ? ഇത് വിടാതെ പിടിച്ചോ. ഓക്കെ സാർ. നമ്മള് ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോഴത്തേക്കും നമുക്ക് നാണമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു നാണത്തിന്റെ എലിമെന്റ് ഉണ്ട്. അതങ്ങ് കളയണം. ആ നാണം മൊത്തം വെടിയണം എന്നല്ല പറഞ്ഞത്. ചമ്മല് നമുക്ക് ഇതിന്റെ വില്ലനാണ്. അപ്പൊ ചമ്മലിനെ നമുക്ക് ഒഴിവാക്കാം, അത്രേ ഉള്ളൂ. എന്നിട്ട് എക്സാജറേറ്റ് ചെയ്ത് പാടണം കേട്ടോ. ഓക്കെ, യെസ് മിസ്റ്റർ സാരംകുട്ടൻ. എന്തോ സാർ? നന്നായിരുന്നു. പുതിയൊരു സാരംകുട്ടനെ ഞാൻ കണ്ടു ഇന്ന്. പുതിയ മുഖ. അപ്പൊ ഇത് കൊള്ളാം, ഈ ഒരു മാറ്റം നല്ലതാണ്. ഇതുപോലുള്ള പാട്ടുകൾ ഇവിടെ ഒന്ന് പാടണം എന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പൊ എനിക്ക് പല ഭാഗങ്ങളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു പവർ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇൻ ദി ബിനിഗിങ് എന്ന് പറഞ്ഞ പോലെ എൻ കരളിൽ ആ ഒരു പഞ്ച് വേണം അവിടെ. തുടക്കത്തിൽ അത് കിട്ടിയില്ല. പിന്നെ ചില സ്ഥലത്ത് ഷാർപ്പ് ആവണു, ചില സ്ഥലത്ത് ഫ്ലാറ്റ് ആവണു. അപ്പൊ ആ ഒരു പവറിൽ പാടുന്നോണ്ടായിരിക്കാം അത് കൺട്രോളിൽ നിൽക്കാത്തത്. ലാസ്റ്റ് സ്വരം മറ്റേ കോറസ് പാടുമ്പോ സ്വരങ്ങളായിരുന്നു പാടേണ്ടത്. അതിന് എൻ കരളിൽ തന്നെ പാടി. അത് തെറ്റല്ലേ? അത് മോശമായി പോയില്ലേ? അപ്പൊ അത് പഠിച്ചിരുന്നത് സ്വരമല്ലേ പാടാൻ? പിന്നെ എന്ത് പറ്റി പെട്ടെന്ന്? അതില് ഒറിജിനൽ ആയിട്ട് പാടുന്നത് അഫ്സൽ സാറ് ഇത് എൻ കരളിൽ നിന്നായിരുന്നു. പക്ഷെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ ആയിക്കോന്ന് പറഞ്ഞു. കൊറേ ദിവസം അത് തന്നെയായിരുന്നു കേട്ടത്. ഈ സ്വരത്തിന് മുമ്പേ അല്ലേ കൊറേ ഒരു ബീജിയം ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അവിടെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നമ്മുടെ സാരംകുട്ടൻ ഒരു പെർഫോമൻസ് നടത്തുന്നു ഞാനും പ്രതീക്ഷിച്ചു. അതെന്ത് പറ്റി? സ്പോട്ട് കിട്ടിയില്ലായിരുന്നോ? അതോ ഒരു പേടിയായിട്ടാണോ? ഡാൻസ് കളിച്ച പാട്ടെങ്ങാനും വല്ല പ്രശ്നം പറ്റിയാലോ എന്ന് ഓർത്തിട്ടാണോ? അതെ, ഡാൻസ് കളിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പാട്ട് എന്നാ പ്ലാൻ ചെയ്ത ഡാൻസ് എന്തായിരുന്നു കാണട്ടെ. ഡാൻസ് ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെയാന്നുള്ളത് നമുക്ക് ഇപ്പൊ ഒന്ന് സാരംകൂട്ടന്റെ ഭാഗത്ത് ഞങ്ങൾക്ക് കാണണമെന്നില്ല. ഡാൻസ് കളിച്ചോടാ, നല്ലതാ. കുറച്ചുകൂടി സ്പീഡ് മൂവ്മെന്റ്സ്.
പവർഫുൾ മൂമെന്റ്സ്. തൊഴുതു പിടിച്ചു. അതെ. പക്ഷെ അവൻ കളിക്കുന്ന കാണാൻ നല്ല രസമാണ് അല്ലേ? അതെ, അപ്പൊ ശരിക്കും കളിക്കാൻ എന്ത് രസമാണ്. അപ്പൊ അടുത്തടുത്ത് വരുന്നുണ്ട്. പ്ലാൻഡ് ആയിട്ട് വരണേ. ഉറപ്പാണല്ലോ. എന്നിട്ട് അവൻ എന്നെ നോക്കി വളരെ ദയനീയമായിട്ട് ചേച്ചി ഒരു സ്റ്റെപ്പ് പറ. അപ്പൊ എനിക്ക് തോന്നിയത് ആ പല്ലവിയിലാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ തോന്നിയത്, ഈ ശ്രുതിയുടെ പ്രശ്നങ്ങള്. പിന്നെ അങ്ങോട്ട് പാടി വന്നപ്പോഴത്തേക്കെല്ലാം ഓക്കെ. അനുപല്ലവിയും ചരണമൊക്കെ ഏകദേശം നന്നായിട്ട്, വളരെ നന്നായിട്ട് പാടി കേട്ടെ. ഈ ശ്രുതി പ്രശ്നം കൂടുതൽ തോന്നിയത് പല്ലവിയിലാണ്. ഓക്കെ, എന്തായാലും കൊള്ളാം. ഈ മാറ്റത്തിന് ഞാൻ അഭിനന്ദിക്കുന്നു. വെരി ഗുഡ്. പക്ഷെ മിടുക്കനാണ് കേട്ടോ. വൻ ചേഞ്ച്. ഇന്ന് കാണുമ്പോ വേറൊരു സാരംകുട്ട്, കുറെ സംസാരിക്കുന്ന സാരംകുട്ട്. അത് കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷം. മിടുക്കനാണേ. യെസ്. എടാ, കൊറേ സാധനങ്ങൾ കൈന്നിട്ടോ ചെറുതായിട്ട് ചരണത്തില് മനസ്സിലുണ്ട്. പ്രേമ പളുങ്കു കൊട്ടാരം. പ്രേമ പളുങ്കു കൊട്ടാരം നമുക്ക് പറക്കാൻ പുഞ്ചിരി മുന്തിരി പൂന്തോപ്പ്. ണ്ടോ പ്രേമ പളുങ്കു കൊട്ടാരം. അതൊക്കെ അവനായിട്ടിട്ടതാ. പിന്നെ നമുക്ക് പറക്കാൻ പുഞ്ചിരി മുന്തിരി പൂന്തോപ്പ്. പണ്ടത്തെ സ്വപ്നങ്ങൾ മാനം നോക്കി നടക്കേണ്ട. ഇന്നത്തെ സ്വപ്നങ്ങൾ റോക്കറ്റേറി കാണണം. അപ്പൊ അത് കൈന്നിട്ടതല്ല, പാളിപ്പോയതായിരുന്നു. ഞാൻ വിചാരിച്ചു ഇംപ്രൊവൈസേഷൻ ആയിരുന്നു. എന്തോ ഒരു പ്രശ്നം. അതെ, പക്ഷെ പാളിയത് നല്ല ഭംഗിയിൽ പാടി. അതെ, റോക്കറ്റിന്റെ ഫ്യൂവൽ അവിടെ വരെയായിരുന്നുള്ളൂ. ബാക്കി തീർന്നു. സാരംകുട്ട, ഇവിടെ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ഇവിടെ ജഗത് കിഷോർ. ഇപ്പൊ മനസ്സിലായില്ലേ ഇവിടുന്ന് ഈ വർത്താനൊക്കെ കൗണ്ടർ എവിടുന്ന് വരുന്നതെന്ന് കറക്റ്റ് മനസ്സിലായല്ലോ. ഓനോട് ഞാൻ കുറെ നേരം നിന്നിട്ട് അവന്റെ ഭാഷ അതായത് ഞാൻ ഏകദേശം അവന്റെ വീട്ടിന്റെ അടുത്താന്ന്. അവൻ കണ്ണൂരാന്ന്. അപ്പൊ അവന്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു കണ്ണൂർ ജില്ല എത്താൻ ഏകദേശം 20 മിനിറ്റ് മതി. അപ്പൊ എന്റെ റൂമിന്റെ നേരെ താഴെയാന്ന് അവൻ നിൽക്കുക. അപ്പൊ ഞാൻ പാട്ട് പ്രാക്ടീസ് ചെയ്യാനും ഗ്രൂമിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ അവനെ കാണിട്ട് പിന്നെ ചായ അടിക്കുമ്പോ സംസാരിക്കും. അപ്പൊ അവന്റെ അതേ സ്ലാങ് ആയി. പിന്നെ അവൻ കൊറേ ചളിയടിക്കും. അത് എനിക്ക് കുറച്ച് കിട്ടീനോന്ന് സംശയമുണ്ട്. എടാ, കിട്ടിയിട്ടുണ്ട് കേട്ടാ. എന്നാ നീ സംശയിക്കണ്ട, കിട്ടിയിട്ടുണ്ട്. ആ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെന്ന്. താങ്ക് യു. പിന്നെ ഇതിൽ തന്നെ അടിപൊളി പാട്ടുണ്ട്, നല്ല പാട്ടുണ്ട്. സുഖമാണി നിലാവ് എന്ന് പറഞ്ഞ പാട്ട്. ജോത്സ്നയുടെയും ഡെബ്യൂ. പിന്നെ അതുപോലെ എന്നമ്മേ ഒന്ന് കാണാന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. ആര്യ ചേച്ചി, മധു സാർ. ആര്യ ചേച്ചി എനിക്ക് സുഖമാണി നിലാവ് എന്ന പാട്ടും പിന്നെ മധു സാർ എനിക്ക് എന്നമ്മ എന്നുള്ള ഒരു പാട്ടും പാടിത്തരണം. ഓ, തീർച്ചയായിട്ടും. സുഖമാണി നിലാവ് എന്തു സുഖമാണി കാറ്റ് അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണി സന്ധ്യ പൂഞ്ചിറകിൽ പറന്നുയരാം കുളിരലയിൽ നനഞ്ഞലിയാം അഴകേ സുഖമാണി നിലാവ് എന്തു രസമാണി സന്ധ്യ. ഓ ഓ എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നനച്ചു. കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളുരുകുമൊരു താരാട്ട്. എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ
യു സർ. എൻ കരളിൽ താമസിച്ചാൽ മാർക്ക് തരാം. സാരമില്ല. Okay. It is going to be 98 on 100 today. അപ്പൊ സാരംകുട്ട നമുക്കിനി 100ലേക്ക് വീണ്ടും വീണ്ടും മിഠായി മഴ വീഴ്ത്തിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെ തന്നെ മിണ്ടണേ. നല്ല രസമുണ്ട് നിന്നോട് മിണ്ടാൻ. നല്ല രസമുണ്ട്. ഓൾ ദ ബെസ്റ്റ്. ഇതെങ്ങനെ കണ്ടിന്യൂ ചെയ്തു ഇപ്പോൾ ഉള്ള സാരം കൂട്ടണേ? അതെ. Okay, പഴയ സാരം കൂട്ടണിലേക്ക് അധികം പോകണ്ട. മധുക്കൾ, ഇനി നമ്മുടെ വിദ്യാസാഗർ സാറിന്റെ ഹിറ്റ്സ് റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ഓ യാ, ഓക്കെ. ആരാണ് വരാൻ പോകുന്നതെന്ന് അറിയാമോ? ആരുവാ? അങ്ങ് അബുദാബിയിൽ നിന്നും ഒരാളെത്താണ്. ജനീലിയ കുട്ടിയാണ്. ഓ, Let's ജനീലിയ. welcome And ജനീലിയ on stage. ജനീലിയ കുട്ടി, എന്തോ ഒരു വെപ്രോളം നിനക്ക് അവിടെ നിന്ന് വന്നപ്പോ. ഇത് ഭയങ്കര സന്തോഷമുള്ള അച്ഛനും അമ്മയുള്ളതുകൊണ്ടാണ്. അതെ, അബുദാബിയിലൊന്നും പോണ്ടേ, ഇവിടെ നിന്നാ മതിയാ. വലിയ പോകുന്നെങ്കിൽ നല്ലതാ. ആണോ? അവിടെയാണോ ഇവിടെയാണോ ഇഷ്ടം? അയ്യോ, അങ്ങനെ അവിടെ പോയിട്ട് സ്നാക്സ് കഴിക്കണം. അതാണ് അവളുടെ മെയിൻ അത്രേ ഉദ്ദേശം. ഉള്ളൂ. സ്നാക്സ് ഇവിടേക്ക് എത്തിച്ചാ പോരെ? ഇതിപ്പോ അമ്മ എത്തിച്ചല്ലോ. അപ്പൊ സന്തോഷായി. ക്യാപ്റ്റൻ, യെസ്, നമുക്ക് അബുദാബിയിലേക്ക് വിട്ടാലോ? അതാ നല്ലത്. പോയി അവളുടെ ഫേവറേറ്റ് ഷവർമ കഴിക്കാം. ഷവർമയൊക്കെ കഴിച്ച അവിടെ ഇരുന്നോ? വരുന്നുണ്ട് ഏപ്രിലോ മെയിലോ എന്തോ അബുദാബിയില്. ആണോ? പക്ഷെ അത് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ജനീലി ഇവിടെ ആയിരിക്കൂല്ലോ. പാട്ട് ഏത് പാട്ടാണ്? വാനം ചായും തീരും താരം. വിദ്യാസാഗർ സാറുടെ ഹിറ്റ്. Yes. ഓക്കെ ഓക്കെ. വെരി ബ്യൂട്ടിഫുൾ സോങ്. അദ്ദേഹത്തിന് തന്നെ കോമ്പോസിഷൻസ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. ബാക്കി ഡീറ്റെയിൽസ്. ലിറിക്സ് രാജീവ് ഗോവിന്ദൻ സർ. സിനിമ അനാർക്കലി. വർഷം 2015. പാടിയത് ഹരിശങ്കർ സർ. അമ്മ വന്നിട്ട് ഒരു 10 ദിവസത്തിൽ കൂടുതലായില്ലേ? എന്ത് മാറ്റമാണ് പാട്ടിന് വന്നിരിക്കുന്നത്? കുറച്ചുകൂടെ കോൺഫിഡൻസ് വന്നു. അപ്പൊ അച്ഛനുള്ളപ്പോ കോൺഫിഡൻസ് ഇല്ലെന്നാണ് പറഞ്ഞത്? അങ്ങനെയല്ല. ഇല്ല, അമ്മ വന്നപ്പോ കുറച്ചുകൂടെ എന്തുവാ ഒരു എനർജി, കോൺഫിഡൻസ് എനർജി അല്ലേ? ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം. റെഡി? ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. വാനം ചായും തീരം താരാട്ടും കാലം മൂളും താരം കാതോർക്കും അല പോലവൾ എന്നിൽ വല നീതൊരു സ്വപ്നം മിഴി മൂടുമി നിറം ഇരുൾ വീശുമി നേരം മായുമോ മാറുമോ കനൽ കാർമേഘം വാനം ചായും തീരം താരാട്ടും കാലം മൂളും താരം കാതോർക്കും. രാപ്പളുങ്കിൻ തുള്ളി വീണ പായൽ പുഴയിൽ ചാഞ്ഞുലഞ്ഞ ചന്ദ്രബിംബം താനേ പൊലിഞ്ഞു നാത്തുഴഞ്ഞ നീർക്കൊതുമ്പി ഓമൽ പടിയിൽ നീ പറഞ്ഞ തേൻ
അരെ വാ, Thank സൂപ്പർ you, സൂപ്പർ, sir. വെരി നൈസ് വെരി നൈസ്. Thank you. ഈ പാട്ടിന് ഒരു അഭൂതപൂർവമായിട്ടുള്ള ഒരു സൗന്ദര്യമുണ്ട്. ആ പാട്ടിന്റെ സൗന്ദര്യം അതുപോലെ കവർന്നെടുത്തിരിക്കുന്നു. ആര്? ജനീലിയ കുട്ടി. ജെനീലിയ. ജെനീലിയ. And Fraser. Fraser. പല ഇടങ്ങളിലും ഭയങ്കര ഭാവ സാന്ദ്രത കൊണ്ടുവന്നു. ആര്? ജനീലിയ and Bryson. Bryson. മറ്റേ രാജൻ കൂലിപ്പണി കൂലിപ്പണി രാജൻ എന്ന് പറയണ ഫീൽ ചെയ്യാൻ ഇത് കേട്ടപ്പോ. ആ രണ്ട് ചരണങ്ങളുടെ അവസാനത്തുള്ള ആ ഒരു ആലാപില്ലേ, അത് അതെ, ഔട്ട് ഓഫ് ദ വേൾഡ്. Outstanding. Thank you, sir. ആരാക്കി ജനീലിയ ജനീലിയ and Bryson. ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് പെർഫോമൻസ് Yes. ടിൽ ഡേറ്റ്. Yes. ആരുടെ? sir. ആരുടെ? yours. ആരുടെ? Yes. Jenilia. And Jenilia Bryson. and Fraser. Yes. So I'm very proud today. Thank you, sir. കേട്ടോ, നല്ലൊരു സോങ് സെലക്ഷൻ ആണ്. അതാണ് മോക്ക് പറ്റിയ ഒരു സോങ് സെലക്ഷൻ ആണ്. അതെ. ഈ വോയിസിന്, റെൻഡിഷൻ സ്റ്റൈലിന്, ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു പാട്ടിലേക്കുള്ള ഒരു മാറ്റം, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇതിന്റെ സെലക്ഷൻ ഓൺ ദ ഡോട്ട് ആണ്. Thank you, sir. അതാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രണ്ട് ചരണങ്ങളുടെ അവസാനമുള്ള ഹമ്മിങ്, അത് ശ്രദ്ധയോടെ പാടിയില്ലെങ്കിൽ അവിടെ സ്ലിപ്പ് ചെയ്യും. ഉറപ്പായിട്ടും അത് ഉറപ്പാണ്. നിസാരക്കാർക്ക് പാടാനും പറ്റൂല. വീണിരിക്കും. അത്രയ്ക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അങ്ങനെ പാടാനും അത്ര പറ്റും. മാത്രമേ പറ്റൂ. യെസ്. അത് പറ്റിച്ചതാര്? ജനീലിയ and Bryson. Thank you, sir. പിന്നെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില വാക്കുകൾ സൂര്യതാപം എന്നല്ലേ, ഈ സൂര്യ എന്നുള്ളത് അങ്ങനെ എന്തോ കേട്ടതുപോലെ, അപ്പൊ അത് വേറൊരു വാക്ക് വന്ന പോലെ. പിന്നെ മിഴി മൂടുമീ നേരം, അതിന്റെ ധ്വനി വേറെ മാതിരി. ഇല്ല, പക്ഷെ അത് ഞാനും orchestra ഇവിടെ ഒപ്പം കേൾക്കുമ്പോ പ്രൊനൗൺസിയേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഓർക്കസ്ട്രയുടെ കൂടെ വരുമ്പോൾ ക്ലാരിറ്റി കുറഞ്ഞു പോണതാ. ചില ഫ്രീക്വൻസീസ് വരുമ്പോഴത്തേക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ആ പ്രശ്നം ഇവിടെ വന്നത് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഓൺ ടോപ്പ് ഓഫ് ഓൾ ദിസ് Yeah. ഒരു ഉഗ്രൻ പെർഫോമൻസ്. Thank you, sir. പളുങ്കിൻ തുള്ളി വീണ പായൽ പുഴയിൽ ചാഞ്ഞുലഞ്ഞ ചന്ദ്രബിംബം താനേ പൊലിഞ്ഞു നാത്തുഴഞ്ഞ നീർക്കൊതുമ്പി ഓമൽ പടിയിൽ നീ പറഞ്ഞ തേൻ കഥകൾ പാടേ മറന്നു. ഇതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ചെറിയ 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 അവിടെ ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. മൈന്യൂട്ടാണ്. പക്ഷെ മൈന്യൂട്ട് ആണെങ്കിൽ അത് പ്രശ്നമാണ്. പക്ഷെ ബിയോണ്ട് ഓൾ ദാറ്റ് നമ്മളിവിടെ ഇത് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Your നമ്മുടെ improvement. നമ്മുടെ കുഞ്ഞ് എങ്ങനെ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്ത് ഇവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ള ഒരു, അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു അഭിമാനമാണ്. അത് മാത്രല്ല ഇതുവരെ പാടിയതിൽ ഏറ്റവും Best ആയിരുന്നു. The best. Thank you, sir. കാലം മൂളും താരം കാതോർക്കും. അപ്പൊ അത് കൺസിഡർ ചെയ്തിട്ടായിരിക്കണം മാർക്കുകൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് തരേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ് ഇവിടെ ഇരിക്കുന്നത്, കൂട്ടുകാരായിട്ടിരിക്കുന്നത്. ജനീലിയ കുട്ടി, എന്തോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പാടാൻ വേണ്ടിയിട്ട്. കാരണം ശ്രുതി ചേർന്ന് ഇങ്ങനെ പോകണം. എസ്പെഷ്യലി ആ അനുപല്ലവിയുടെയും ചരണത്തിന്റെയും നടുക്കെത്തുമ്പോഴത്തേക്ക് ആ ഹൈ പോർഷൻ എത്തുന്നുണ്ട്, പെട്ടെന്ന് താഴുന്നുണ്ട്. അവിടെ പക്ഷെ ബാക്കിംഗ് ഒന്നുമല്ല. പാടാൻ അപ്പൊ ആ പോർഷൻ കറക്റ്റ് ആയിട്ട് അവിടെ ആ നോട്ട് ശ്രുതി തെറ്റാതെ പാടുക എന്നുള്ളത് ഇറ്റ്സ് എ ഹ്യൂമങ്കസ് ടാസ്ക്. യു ഹവ് ഡൺ ഇറ്റ് ബ്രില്യൻറ്റ്ലി. Thank you, അതാണ്. ma'am. അത് മാത്രം ചെയ്തു എന്നല്ല, അത് കഴിഞ്ഞിട്ടുള്ള ആ ഹമ്മിങ് ഇല്ലേ, അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പോയി ലാൻഡ് ചെയ്തു. ഒരുപോലെ നമ്മൾ ചേർന്നു പാടും വാരം ചായം. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ അയ്യോ എവിടെയെങ്കിലും സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ അത് നല്ലോണം കേൾക്കാൻ പറ്റും. കാരണം അവിടെ ഒളിച്ചു നിൽക്കാൻ ഒരു സ്ഥലമൊന്നുമില്ല പാട്ടിൻ്റെ ഉള്ളിൽ. അവിടെ ഓരോ ശ്വാസം വലിക്കുന്നത് ഇങ്ങനെ കേൾക്കാം. യു ഹാവ് ഡൺ ഇറ്റ് ബ്രില്യൻ്റ്ലി. ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. എനിക്ക് ഓരോ ശ്വാസവും ഇങ്ങനെ കേൾക്കാനുണ്ടായിരുന്നു. കുറച്ച് ബ്രെത്ത് ഇഷ്യൂസ് അവസാനമാകുമ്പോൾ വരുന്നുണ്ടെങ്കിലും മനസ്സിലായില്ലേ ജനീലിയ കുട്ടിക്ക്. പക്ഷെ ഓവറോൾ അമേസിങ് പെർഫോമൻസ്. Thank you, ma'am. ജനീലയുടെ വൺ ഓഫ് ദ ബെസ്റ്റ്.
അല്ല ഒന്നുകൂടി ഞാൻ നിക്ക് എഴുന്നേറ്റ് കൈ ഇരിക്കുക. എന്തിനാ എഴുന്നേറ്റ് നിന്നേന്ന് പറഞ്ഞാണെങ്കിൽ ഞാനും കൂടാ. കാരണം ഇതുവരെ പാടിയതിലെ ഏറ്റവും ബെസ്റ്റ് okay. പെർഫോമൻസ്. ചേച്ചിക്ക് ഒന്നാമതം പറ്റിയതാണേ. ഓക്കെ, ഞാൻ ഒരു പ്രാവശ്യം എണീച്ചു കഴിഞ്ഞാൽ പിന്നെയും രണ്ടാമത്തെ എണിക്കാന്ന് പറയുന്നത് MJ സാറിന് വേണ്ടി ഞാൻ ഒന്നുകൂടെ അതെ, ഇത് MJ അങ്കിളാണ്. ഇതെനിക്ക് വേണ്ടിയാണ്. ഓക്കെ ഓക്കെ. ഓക്കെ. എനിക്ക് പറയാനായിട്ടുള്ളത് ആ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു പ്രൊഫഷണൽ സിംഗിങ് ആയിരുന്നു. അതായത് പ്ലേബാക്ക് സിംഗറിന് വേണ്ടതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഇന്ന് ജനീലിയുടെ പാട്ടിലുണ്ടായി. അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ബ്രത്ത് അതിപ്പോഴും പറയാറുള്ള കാര്യമാണ്. അത് ചില സ്ഥലങ്ങളിൽ നിഴലിച്ചു. പക്ഷെ എന്നാലും ഇന്നത്തെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു ഇന്നത്തെ. താങ്ക് യു സർ. ഇനി ഇതിന്റെ മുകളിലേക്കേ പോവാവുള്ളൂ, ഇതൊക്കെ മേലെ. ആ ഹമ്മിങ് അതിനാണ് എനിക്കും അത് ഇത്തിരി ടഫാണ്. അങ്ങനെ അത് പാടി ഇങ്ങനെ ഒപ്പിക്കണം എന്നുണ്ടെങ്കിൽ ടഫായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ മാക്സിമം അത് ഒപ്പിയെടുത്ത് ഇവിടെ അതുപോലെ തന്നെ പാടി. എന്തായാലും ഇന്ന് എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് താങ്ക് യു സർ. ഈ പാട്ട് ഇതുപോലെ സെലക്ട് ചെയ്തതിനും. പിന്നെ മാത്രമല്ല വോയിസിന്റെ ആ ബൂമിംഗ് ഒന്നും അധികം ഫീൽ ചെയ്തിട്ടേ ഇല്ല. ഈ പാട്ടിന് വേണ്ട രീതിയിൽ ഇത് മാത്രമാണ് ഇന്ന് ഉണ്ടായ ആ വോയിസ് പ്രൊഡക്ഷൻ അങ്ങനെയായിരുന്നു ഇന്നത്തെ. താങ്ക് യു സർ. കേട്ടാ, അത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് ഓക്കെ, യു സർ. വെരി ഗുഡ്. താങ്ക് യു സർ. മധു ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ എൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതായത് കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ അതനുസരിച്ച് ഒരു കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി എനിക്ക് കിട്ടി. എന്തായിരുന്നു? അതെന്താ വെച്ചാ ആ തുടക്കമില്ലേ, വാനം, അവിടെ ശ്രുതി പിടിച്ച വാനം എന്ന് വരും. അങ്ങനെ പാടിയില്ലേ? ആ പാടി. അതിനൊരു ഒരു point. കുറ്റം നമുക്ക് ആ, ഒരു കിട്ടി. കുറ്റം കണ്ടുപിടിച്ച. Yeah. എന്തൊരു നീചനാണ് താങ്കൾ. എന്തൊരു സന്തോഷം, ഒരു കുറ്റം കണ്ടുപിടിച്ച. അത് ഭയങ്കര ഒരു സംഭവമാണ്. അതുകൊണ്ട് 0.75 കുറയ്ക്കും. അത് കുറയ്ക്കണ്ടെന്നുണ്ടെങ്കിൽ വാനം നല്ലത് വാനെന്ന് പാടി കേൾപ്പിക്കണം. അർത്ഥം പോരട്ടെ. യു ക്യാൻ ഡു ഇറ്റ്. അതെ. വാനം ചായും തീരം താരാട്ടും. മാർക്ക് കുറയ്ക്കാൻ സമ്മതിക്കില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട് അതെ. നമ്മുടെ ഇങ്ങനെ കൊച്ചു പാടാവുള്ളൂ. ഈ പല കുട്ടികൾക്കും ഉണ്ട് ആ സ്വഭാവം. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വാ അത് ആ കളയണം കേട്ടോ. കാരണം ഇപ്പൊ റെക്കോർഡിംഗിന് മ്യൂസിക് ഡയറക്ടർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് മാർക്ക് വേണ്ടേ? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 99, 98, 97, 98, 99, പ്ലസ് 1. ഇനി കൂട്ടാനേ പറ്റൂ. 99, പ്ലസ് പോയിന്റ്. പ്ലീസ്. 99.5. പറഞ്ഞോ എനിക്ക് എന്താ പറഞ്ഞോ പറയാ? പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. എടാ, ഞാൻ ചാടി പറയും, നീ എന്തെങ്കിലും പറ. 99 പോയിന്റ്. പോയിന്റ്. ഇഷ്ടമുള്ള മാർക്ക് പറഞ്ഞോ. 100 out of 100. സഹിച്ചില്ല. അതെനിക്ക് പറ്റുന്നില്ല. ഇത് ഫസ്റ്റ് മധുരമഴയല്ലേ? അതെ. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇഷ്ടം പോലെ എടുത്തോ. എടുത്തോ വാരിക്കുക, നമ്മൾ എണ്ണുന്നില്ല. ആളിയാളും സൂര്യതാപം മേയും കരയിൽ. നമ്മുടെ പെർഫോമർ ഓഫ് ദി ഡേ കൂടിയാണ് കേട്ടോ ഈ ഇരുന്ന് മിഠായി വരുന്നത്. ആരാ വരേണ്ടത് അവിടുന്ന് ഗിഫ്റ്റ് തരാൻ? ആ ഓക്കെ, കണ്ടോ അങ്ങനെ പിടിച്ചില്ലേ, അവള് ശ്രദ്ധിക്കുക കൂടിയിട്ടായിരുന്നു. ഇങ്ങനെ പിടിച്ച കാരണം കൊണ്ട് അന്ന് പിന്നെ അരിച്ചു ചെന്ന് അതെ. അപ്പോൾ ഇന്ന് ആദ്യമായി 100 out of 100 കിട്ടിയ നമ്മുടെ ജനീലിയ കുട്ടിക്ക് പെർഫോമർ ഓഫ് ദി ഡേയും കൂടെ വരുവാണ്. വില്ലി വെയിറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ചക്രി കൺഗ്രാറ്റ്സ്. അച്ഛനും അമ്മയ്ക്കും കൺഗ്രാറ്റ്സ്. ഹാപ്പി അല്ലേ? ഓക്കെ, താങ്ക് യു. മമ്മീനെ അബുദാബിക്ക് പോകാണ്ടിരിക്കാൻ നല്ലത്. അതെ, ശരി ശരി. ഓൾ ദി ബെസ്റ്റ്. ബൈ. Thank you, bye. അടുത്ത പ്രാവശ്യം കുറ്റം കണ്ടുപിടിക്കാൻ ഒരു ചാൻസ് തരണേ. What is this? രാജേഷ് I am question teasing എന്നെ kids like this. Don't do this.
सपिया सप सपिया सपा सपिया हे सप सपिया सा सपिया सप सपिया सपा सपिया हे सप सपिया കണ്ണാരേ കണ്ണാരേ കടമ്പുമരം പൂത്തില്ലേ പെണ്ണാളെ പെണ്ണാളെ കുടൽ വിളിയും കേട്ടില്ലേ കണ്ണാരേ കണ്ണാരേ കടമ്പുമരം പൂത്തില്ലേ പെണ്ണാളെ പെണ്ണാളെ കുടൽ വിളിയും കേട്ടില്ലേ പീലിക്കണ്ണു മിന്നുന്നു പിടിയിലവൻ തിന്നുന്നു കാലിക്കൂട്ടം മെയ്യുന്നു കളിയൊരുക്കം കാണുന്നു തിത്തേ തിന്താരേ തെരുവിലെല്ലാം മേളം താളം തുള്ളാൻ വാ നീ തകില് കൊട്ടാൻ വാ താളം തുള്ളാൻ വാ നീ തകില് കൊട്ടാൻ വാ കണ്ണാരേ കണ്ണാരേ കടമ്പുമരം പൂത്തില്ലേ പെണ്ണാളെ പെണ്ണാളെ കുഴൽ വിളിയും കേട്ടില്ലേ സാ സപ്പിയ സപ്പ സപ്പിയ സപ്പാ സപ്പിയ ഹേ സപ്പ സപ്പിയ നിന്റെ ഇഷ്ടം പാൽക്കുടത്തിൽ കൊണ്ടുപോകും രാധേ കണ്ടാൽ ഞങ്ങൾക്കില്ലേ ആവേശം ഹായ് പണ്ട് പണ്ടേ നിന്റെ പേരിൽ കണ്ടതെല്ലാം കാത്തുവെച്ചു മിണ്ടാ പെണ്ണിനുമില്ലേ മിണ്ടാട്ടം ഭൂലോകം മുത്തായ വേഗം വച്ചില്ലേ നീ മുച്ചൂടും പാമ്പിന്മേൽ നൃത്തം ചെയ്തില്ലേ ഓരോ വട്ടം കാണുമ്പോൾ നീ ഓരോ കള്ളം ചെയ്യുന്നു നിൻ പാദം ഞങ്ങൾ മുത്തുമ്പോൾ ആ പാപം താനേ തീരുന്നു നീലക്കണ്ണാ കണ്ണാരേ കണ്ണാരേ കടമ്പുമരം പൂത്തില്ലേ പെണ്ണാളെ പെണ്ണാളെ കുഴൽ വിളിയും കേട്ടില്ലേ സാ സപ്പിയ സപ്പ സപ്പിയ സപ്പാ സപ്പിയ ഹേ സപ്പ സപ്പിയ ആചും തക ചും തക ചും തക ചും ആചും തക ചും തക ചും തക ചും ആചും താചും 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 ആചും താചും 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 ഗോപുരത്തിൽ പാലുകൊണ്ട് പൂനിലാവും തീർത്തു കണ്ണൻ നീലാലോലൻ കായാമ്പൂവൻ ദിനനന 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 പാഴ്മുളയ്ക്കും പാട്ടു തന്നു കയ്യിലെല്ലാം കൂട്ടുനിന്നു കണ്ടാളാരു കാമിക്കും കണ്ണൻ ഓ കാളിന്തി തീരത്തും പീലി കണ്ണാട്ടം തീരാതയ്ക്കോ പാലൂറും മോഹത്തേരോട്ടം പൂവാലിൻ കൊമ്പിൽ വാനിത്തോരാപ്പീലും നോക്കി കണ്ടില്ലേ മുങ്ങിക്കേറും നാണങ്ങൾ നീ മുന്നിൽ താനേ വന്നില്ലേ മായ കണ്ണാ കണ്ണാരേ കണ്ണാരേ കടമ്പുമരം പൂത്തില്ലേ പെണ്ണാളെ പെണ്ണാളെ കുഴൽ വിളിയും കേട്ടില്ലേ പീലിക്കണ്ണു മിന്നുന്നു പിടിയിലവൻ തിന്നുന്നു കാലിക്കൂട്ടം മെയ്യുന്നു കളിയൊരുക്കം കാണുന്നു തിത്തേ തിന്താരേ തെരുവിലെല്ലാം മേളം താളം തുള്ളാൻ വാ നീ തകില് കൊട്ടാൻ വാ താളം തുള്ളാൻ വാ നീ തകില് കൊട്ടാൻ വാ കണ്ണാരേ കണ്ണാരേ കടമ്പുമരം പൂത്തില്ലേ പെണ്ണാളെ പെണ്ണാളെ കുഴൽ വിളിയും കേട്ടില്ലേ കണ്ണാരേ കണ്ണാരേ കടമ്പുമരം പൂത്തില്ലേ പെണ്ണാളെ പെണ്ണാളെ കുഴൽ വിളിയും കേട്ടില്ലേ സാ സപ്പിയ സപ്പ സപ്പിയ സപ്പാ സപ്പിയ ഹേ സപ്പ സപ്പിയ ആഹാ സൂപ്പർ സൂപ്പർ ആര്യ ചേച്ചി ഓ രാത്രിയായി നമ്മൾ എന്നും പറയുന്ന ആ ഗുഡ് ഹാബിറ്റിനെ പറ്റി പറയാൻ പോവാണ്. ഉറങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ബ്രഷ് ബിഫോർ ബെഡ്. യെസ്. ടോപ്പ് സിംഗറിലെ നമ്മുടെ ഇന്നത്തെ പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കണ്ടും കേട്ടും പ്രേക്ഷകർ ഒരുപാട് ഹാപ്പിയാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളും ഒത്തിരി ഹാപ്പിയാണ്. അടുത്ത ദിവസം ഇതിലുമൊക്കെ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഒത്തിരി അടിപൊളിയായിട്ടുള്ള ഒരു എപ്പിസോഡുമായിട്ട് നമ്മൾ കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ ബൈ, സീ യു.